ഹായ് ഹലോ, വീണ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു തലക്കറിയുമായിട്ടാണ് വന്നത് കേട്ടോ. നമ്മുടെ മോതമീനുണ്ടല്ലോ, മോതമീനിൻ്റെ തലക്കറി. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാവേ. ആദ്യം ഒരു സവാള, അതായത് 1 കിലോയുടെ തലയാണേ. അപ്പോൾ ഒരു സവാള, അതുപോലെ തന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 10 ചെറിയ ഉള്ളിക്കകത്തുണ്ടായിരുന്നു. പിന്നെ വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, പിന്നെ ഉലുവ, അതുപോലെ വാളംപുളിയാണ് എടുത്തിരുന്നത്. ഇതിത്രയുമായിരുന്നു. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഉരുളി അടുപ്പത്ത് വെച്ചു, എണ്ണ വീത്തി, കടുക് പൊട്ടിച്ചു, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും ചതച്ചാണ് ഇട്ടത് ഗൈസ്. പക്ഷേ ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി, വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. അതിനുശേഷം സവോള, തക്കാളി, സ്പൈസസ്, പൊടികൾ ഐറ്റം, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം കൂടെ ഞാനൊന്ന് ചതച്ചാണ് എടുത്തത്. അതായത് അമ്മിയിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചാണ് എടുത്തത്. അപ്പോൾ ആ ചതച്ചെടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നൈറ്റാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് എണ്ണയിലിട്ട്, വെളിച്ചെണ്ണ അത്യാവശ്യം മതി കേട്ടോ. അപ്പം ഞാനൊരു 2 സ്പൂൺ 3 സ്പൂൺ, അതായത് വലിയ സ്പൂണിന് 3 സ്പൂൺ വെളിച്ചെണ്ണയ്ക്കകത്ത് ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ പൊടികളുടെയും ഈ പച്ച മണം ഉണ്ടല്ലോ, അതായത് തക്കാളി സവാളയുടെയൊക്കെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ചതച്ചതും അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്തതേ ഉള്ളൂ. കാരണം ഇതും കൂടെ ഇട്ട് നമുക്കത് അത്രയും ആ ഒരു മണം മാറുന്ന വരെ വഴറ്റണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ പച്ച മണമൊക്കെ മാറിയതും കുറച്ച് ഉപ്പ്, അതായത് അത്യാവശ്യം ഞാൻ ഈ മസാലയിൽ മാത്രം ചേരുന്ന കണക്കാക്കിയാണ് ഉപ്പിട്ടിരുന്നത്. ബാക്കി മീനിട്ടതിന് ശേഷം തിള വരുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഉപ്പൊക്കെ ഇട്ട് ഇതാക്കുന്നത് വരെയും ഞാൻ അപ്പുറത്തെ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് ചൂടുവെള്ളം. നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് മീൻ ഇത് മസാലയിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്കും അത് ഇതായിപ്പോവും, ആ ഒരു ടേസ്റ്റ് മാറും. അപ്പം ഞാൻ വെള്ളം ചൂടാക്കിയിട്ട്, അതായത് ജസ്റ്റ് ഒരു തിള വന്നു, അപ്പോൾ ആ വെള്ളം ഒന്ന് തിളപ്പിച്ച വെള്ളമാണ് ഇതിലേക്ക് വീത്തിയിരിക്കുന്നത്. അപ്പോൾ വെള്ളം ഒന്ന് തിളപ്പിച്ച് ആ വെള്ളം നമ്മൾ അത്രയും ചേർത്ത് കഴിഞ്ഞാൽ അത്രയും ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും. കാരണം പച്ചവെള്ളം വീത്തുമ്പോൾ വീണ്ടും അത് തിളച്ച് വരുന്നത് വരെ നമുക്കതൊരു തിള വരുന്നത് വരെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോവും. അതുകൊണ്ടാണ് ഞാൻ ചൂടുവെള്ളം തന്നെ വീത്തിയത്. ചൂടുവെള്ളം വീത്തി അല്പം ഒന്ന് തിള വന്നപ്പോഴത്തേക്കും ഞാൻ മീനിട്ട് കൊടുത്തു മൂടി വെച്ച് കഴിച്ചതാണ്. പക്ഷേ അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് ഓണാക്കി എടുക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ടൈമൊക്കെയാണ് ഞാൻ ഈ കുക്കിംഗ് വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോസൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ മീനിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനതൊന്ന് അടച്ച് വെച്ചിട്ടായിരുന്നു വേവിച്ചത്. അടച്ച് വെച്ച് നല്ലൊരു തിള വന്നപ്പോഴത്തേക്കും വീണ്ടും അടപ്പ് മാറ്റി ചെറിയ തീയിലിട്ടു, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും കേട്ടോ. അപ്പോൾ ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് തിള വന്ന് കുറുകിയെടുത്തു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നേ. പച്ചമുളക് ഞാൻ കീറിയിട്ടില്ല, മുഴുവനായിട്ട് ഇട്ടിരുന്നത് കേസ്. അതിൻ്റെ വീഡിയോ എനിക്ക് സ്കിപ്പായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അത്യാവശ്യം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഞാൻ ചേർത്തത് ഏറ്റവും ഇതായിട്ട് ചേർത്തൊരു സ്പൈസസ് എന്ന് പറയുന്നത് നമ്മുടെ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പം കുരുമുളക് ചേർത്ത് അതിൻ്റെ വീഡിയോ സ്കിപ്പായി പോയായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ രണ്ടാമത് ജസ്റ്റ് ഒന്ന് കുരുമുളക് ആഡ് ചെയ്യുന്ന പോലെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ മുന്നേ നല്ല ഒരു സ്പൂണോ 1.5 സ്പൂണോളം ഞാൻ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. കുരുമുളക് പൊടിയാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തരുന്നത്. ഞാൻ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ നല്ല തിളച്ച് നല്ല കുറുകി വന്നപ്പോൾ കളർ ഇങ്ങനെയൊന്നുമല്ല ഗൈസ്, നല്ല ചുമന്ന കളറിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തേങ്ങാപ്പാൽ വീത്തിയിട്ടുണ്ടായിരുന്നു, അത് ഇച്ചിരി മാത്രം, അത്യാവശ്യം ഒരു ടേസ്റ്റിന് തേങ്ങാപ്പാൽ വീത്തി നന്നായിട്ട് തിളപ്പിച്ചു. അപ്പോഴത്തേക്ക് തീ സിമ്മിലാണ് കിടക്കുന്നത്. അപ്പോൾ ആ തിള കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ചൂട് പുട്ടും നല്ല പപ്പടം, അതുപോലെ കട്ടൻ കാപ്പി, അത് ഗോതമ്പ് പുട്ടായിരുന്നു കേട്ടോ ഗൈസ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ച് അടിപൊളി ഒരു തലക്കറിയാണ് വെച്ചത്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സ്കൈപ്പ് ചെയ്യുക. താങ്ക് യു.